അപ്പോൾ ഹലോ ഗായ്സ്, MCFFൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താണെന്നറിയില്ല, ഗെയിമിലൊരു വിമുഖ കാലാവസ്ഥയാണ്. നിങ്ങൾ തന്നെ നോക്കൂ ഗൈസ്, കണ്ടോ, സൂര്യനൊക്കെ ഇരുണ്ട്, മേഘമൊക്കെ കറുത്ത് മഴ പെയ്യാൻ നിൽക്കുന്ന പോലെ. ഇങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ മൈൻക്രാഫ്റ്റിലുണ്ടോ? പിന്നെ ഞാൻ സൈഡിൽ കോർഡിനേറ്റ് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്കൊരു മാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ മാപ്പ് എക്സ്പ്ലോർ പോകുമ്പോൾ നമുക്ക് തിരിച്ചു വരാൻ നമ്മുടെ വീടിൻ്റെ കോർഡിനേറ്റ് വേണ്ടായിരുന്നു. ആ കോർഡിനേറ്റിനാണ് നമ്മൾ കോർഡിനേറ്റ് സെറ്റ് ചെയ്തത്. ഹാർട്ടിന് താഴെ ഇട്ട് ഞാനവിടെ കോർഡിനേറ്റ് വെച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇതെന്ത് കാലാവസ്ഥയാണ്? ബഗ്ഗാണോ? ഒരു റിയൽ ലൈഫ് ഫീൽ ചെയ്യുന്ന പോലെ. അവിടെ ഇങ്ങനെ മഴ പെയ്യാൻ നിൽക്കുന്ന പോലെ ഇരുണ്ട് നിൽക്കുന്നത്. അവിടെ പിന്നെ മഞ്ഞായതുകൊണ്ടാണ് അങ്ങനെ കാണിക്കാത്തത്. അവിടെ മഞ്ഞല്ലേ പെയ്യുക, അതോ മഴ ബഗ്ഗടിച്ചാണോ? പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു നല്ല ക്യൂട്ട് പട്ടിക്കൂടുണ്ടായിരുന്നു. അപ്പം ഈ എപ്പിസോഡിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ മാപ്പ് എടുത്തങ്ങ് എക്സ്പ്ലോർ ചെയ്യാൻ പോകും. നമ്മൾക്കൊരു മാപ്പ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. രണ്ടിലേതാണാവോ? ഇത് തന്നെ മാപ്പ് എടുത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. അതിന് കുറച്ച് ഫുഡ് വേണം. ഫുഡ് മടത്തുണ്ട്. ഈ ജ്യൂസ് എന്താ നോക്കണം. പിന്നെ നമ്മൾക്ക് ഇത് ഫുൾ ബ്രെഡാക്കണം. ഈ മാപ്പിൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്നാ കാണാത്തതെന്ന് പറയാം. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആ കുത്തില്ലേ, ആ കുത്തനങ്ങാത്ത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ മാപ്പിൻ്റെ കുറേ ദൂരെയാണ്. കുറേന്ന് വെച്ചാൽ കുറേ അധികം ദൂരമാണ്. നമ്മൾ അതിൻ്റെ അടുത്ത് എത്തുമ്പോൾ മാത്രമേ ആ കുത്തനങ്ങുള്ളൂ. അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ കണ്ടത്. പിന്നെ ഗൂഗിളിൻ്റെ അടുത്ത് വെച്ചപ്പോൾ അങ്ങനെ തന്നെ വന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ പയനം അങ്ങ് തുടങ്ങാൻ പോകണം. എടുത്തിട്ട് പോവും. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആവശ്യം വന്നാലോ. അയണല്ലേ ഇഷ്ടം പോലെ ഉള്ളത്. ചത്താലും കുഴപ്പമില്ല, മാപ്പല്ലേ പോകുള്ളൂ. എന്തായാലും ചാവാൻ ഉണ്ട്. ഞാൻ എന്തായാലും ആ മാപ്പിൻ്റെ ട്രഷറിൻ്റെ അടുത്ത് എത്താൻ നോക്കും. എപ്പിസോഡ് ഫുള്ളാതായിരിക്കും. എങ്ങനെയെങ്കിലും അവിടെ എത്തണം. അതിൻ്റെ ഇടയ്ക്ക് വേറെ വല്ലതും കിട്ടുകയാണെങ്കിൽ അതും നമുക്ക് എടുത്തുകൊണ്ട് പോകാം. വേറെ വല്ല വില്ലേജോ അല്ലെങ്കിൽ വേറെ വല്ല എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് സ്ഥലം. ഇപ്പം എന്തായാലും നമ്മൾ പോകാൻ പോകുന്നേ സ്ഥലമെന്ന് വെച്ചാൽ അങ്ങോട്ടാണ്. എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ അങ്ങോട്ട് മുമ്പേ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ പുഴയായിരുന്നു. പോകുകയാണ്. കണ്ടപ്പോൾ നമ്മൾ -30 എത്തി. -100 നമ്മൾ. -300 ഇല്ല, പ്ലസ്സിലേക്ക് പോകണം. നമ്മുടെ ഈ കുത്തനങ്ങുന്നുള്ള നോക്കണം. കുത്തനങ്ങാൻ തുടങ്ങിയാൽ നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്ത് എത്താറായെന്നാണ്. എന്താ കഴിച്ചു ഒന്നും പ്ലേസ് ആവാത്തേ. ഞാൻ ഈ ഷീൽഡ് കഴിച്ചു കേട്ടോ. എന്താ വെച്ചാൽ, ഷീൽഡ് മുഖത്തേക്ക് മറഞ്ഞു നിൽക്കുന്നു. പക്ഷെ ഇത് ഓടിക്കൽ കുറച്ച് പണിയാണ്. 2 ആരോ മാർക്കുണ്ട്. ഷെയ്ഡർ എങ്ങനെ ഇടേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കിയിട്ട് ഇടുന്നതാണ്. ഷെയ്ഡർ വേണമെങ്കിൽ ഇത് നോർമൽ മൈൻക്രാഫ്റ്റ് കളിക്കുന്നത് തന്നെ ഉണ്ടാവും. ഇതിൽ നമ്മൾ ആ ഡോട്ട് കുറച്ച് ചെറുതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച്
പോകണം. ഇതാ ഡോട്ട് വലുതായി വരുന്നത് തോന്നുന്നു. നമ്മൾ നടക്കുമ്പോൾ ആ ഡോട്ട് എങ്ങോട്ട് നീങ്ങില്ല. ദാറ്റ് ബിഗ് പ്രോബ്ലം ഗൈസ്. കത്തുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെ ഫൈനലി ഗൈസ് നമ്മുടെ സ്ഥലത്ത് എത്തിപ്പെട്ടിരിക്കുന്നു. നമ്മൾ ആ മഞ്ഞ് സിറ്റിനെ ഫോളോ ചെയ്ത് വരണമെന്ന് തോന്നുമായിരുന്നു. നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. മൈനസ് അല്ല, ഇതിപ്പോൾ പ്ലസ് ആറ്റി. നമ്മൾ കുറേ എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെഡൊക്കെ തീർന്നു ഏകദേശം. മാപ്പ് ലോഡായിട്ടുണ്ട്. നമ്മുടെ മാപ്പ് ലോഡായത് മാത്രമല്ല ഗൈസ്, നമുക്ക് ഇങ്ങോട്ട് പോയാൽ നമ്മളതിൻ്റെ അടുത്ത് എത്തും ഗൈസ്. ഇതേ ഓൾറെഡി നമ്മളതിൻ്റെ അടുത്താണുള്ളത്. ഓ ഗൈസ്, റീലേ ആഹാ മോഞ്ചിന്ന് തോന്നുന്നു. എത്തിയൊരു നടുക്കടലിലൊക്കെ ഇതുണ്ടാവുമോ? ഒന്നൊരു ആക്സ് എടുത്തിട്ടുണ്ട്. എനിക്ക് കാണിക്കുന്നത് ഇവിടെ ഇങ്ങനെയായിട്ടൊക്കെയാണ്. എവിടെയായിട്ടുണ്ടാവും. യൂട്യൂബ് കണ്ടിങ്ങനെ അടിയിലേക്ക് പോയി നോക്കി കാണുന്നതാണ് ഗൈസ് മോഞ്ചി. ഇനി ഇത് കണ്ടുപിടിക്കാൻ ഒന്നൊന്നര പാടാണല്ലോ. ഏകദേശം അതിൻ്റെ നടുക്കാനുള്ള. ഓക്കെ, ഇവിടെയൊക്കെ കുഴിച്ച് നോക്കാം. ഏത് പണിയാവും ഗൈസ്. നമ്മളൊരു മൈനിങ് ഇനി വീട്ടിലേക്ക് എത്തലാണ് പണി ഗൈസ്. നമ്മൾ പെടും. ഇങ്ങനെയല്ല, നേരെ അടിയിലേക്ക് കുഴിച്ചാലും കാണും. പക്ഷേ എത്രയാണെന്ന് വെച്ചാൽ അടിയിലേക്ക് കുഴിക്കണ്ടേ. നമ്മൾ കുഴിക്കുന്നൊക്കെ നല്ല ഫോൺസൊക്കെ കാണിച്ചിട്ട് കിട്ടുമോട്ടെ. അങ്ങനെ നമ്മൾ ട്രഷർ മാപ്പിൻ്റെ ഞാൻ വിചാരിച്ചാൽ മണ്ണുണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് കിട്ടിയെന്നാണ്. പക്ഷേ പ്രെഡിക്റ്റഡ്. അങ്ങനെ നമ്മൾ ട്രഷർ മാപ്പിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇതാണ് മോസ്റ്റ് പണിയുള്ളത്. ഏറ്റവും പണിയുള്ളത് ഇത് കണ്ടുപിടിക്കാനാണ്. അതിൽ നമ്മൾ മാപ്പിൻ്റെ ഇവിടെ നിന്ന് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതായിട്ട് ഇതിൻ്റെ ഉള്ളിൽ അടിയിലായിട്ടൊരു ചെസ്റ്റ് ഉണ്ടാവാം. ഇത് പണിയാവുമല്ലോ. നമ്മളിവിടെ ഒരു ചങ്കുണ്ട്. ചങ്കെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മിനിമം ഒരു 10-30 കല്ലിങ്ങനെ അട്ടത്തിലെടുക്കും. അത് ഇങ്ങനെ ഒരുമിച്ചായിരിക്കും. അതായിരിക്കും ഒരു ചങ്ക്. മൈൻക്രാഫ്റ്റിൻ്റെ ഒരു ചങ്ക് എന്ന് വെച്ചാൽ ഒരു 10-30 ബ്ലോക്ക് ഒരുമിച്ചിരിക്കുന്നതാണ്. ആ ചങ്കിൽ എവിടെയാണ് ഇതുള്ളത് അങ്ങനെ പറയുന്നു. നിങ്ങൾക്ക് കറക്റ്റ് അറിയാം. ഓ യെസ്, എന്തായാലും അയൺ എടുത്തതും അയണിൻ്റെ ആക്സ് എടുത്തതും നന്നായി. കുറച്ച് മൈൻഡ് ചെയ്യാനും പറ്റി. ഇതുവരെ കിട്ടിയിട്ടുമില്ല. അയ്യോ, പിന്നെ ഇതൊരു നല്ല പ്ലെയിൻ സ്ഥലമായിട്ട് രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ മോഞ്ചേനെ ഉറപ്പല്ലേ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ബെഡ് വെക്കാൻ പറ്റില്ല. വെള്ളത്തിൻ്റെ നടക്കുകയാണെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ അതിലും വലിയ പാടായാനെ. അതോ നമ്മുടെ ഇതിനകത്താണെങ്കിൽ വേസ് എനിക്ക് കാണിക്കുന്നത് എക്സാക്റ്റ് അതിൻ്റെ നടുക്ക് തന്നെ പോട്ടെ. എക്സാക്റ്റ് നടുക്ക് ഇവിടെയായിട്ടാണ് എനിക്ക് കാണിക്കുന്നത്. വെള്ളത്തിൻ്റെ അടിയിലാവാൻ ചാൻസ് ഉണ്ടോ? ഡു കമൻറ്റ് ഗൈസ്. ഇത് പണിയാണ് എൻ്റെ ഗൈസ്. ഞാൻ എന്തായാലും ഇവിടെ തന്നെ ഒന്ന് വിളിച്ചോട്ടെ.
പുതിയൊരു ആക്സ് വരെ ഉണ്ടാക്കി. ഇനി നമ്മളെങ്ങനെ തിരിച്ചു? അയ്യോ വന്ന വഴി ഏതായിരുന്നു? അയ്യോ അതാദ്യം നോക്കി നോക്കട്ടെ. അയ്യടാ പണി കിട്ടി. നമുക്കിത് മൈനസ് ആവുന്നവരെ പോകണം. 700 മൈനസ് 62, അതിൽ 62 വരണ്ട നടുവാം. മറ്റേതും 100 മൈനസ് വരണ്ട മിനിമം 110. അപ്പോൾ അതിപ്പോൾ 600 അത് മൈനസ് ആവണം. മൈനസിലേക്ക് നമ്മൾ പോകണം. അത് കുറയുന്ന എങ്ങോട്ട്? അത് അങ്ങോട്ട് കൂടുന്നു, ഇങ്ങോട്ട് കുറയുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടാണ് പോകേണ്ടത്. ദിസ് ഏരിയ. ബെഡൊക്കെ വെച്ച് സെറ്റാക്കട്ടെ. എന്നിട്ട് ഞാനതൊന്ന് മൈൻഡ് ചെയ്യട്ടെ നല്ല രീതിക്ക്. എന്നിട്ട് കിട്ടും നോക്കട്ടെ. അതെല്ലാം ഞാൻ ഫാസ്റ്റ് കാണിച്ചു തരും. ബെഡ് എന്തായാലും അവിടെ വെച്ചിട്ടുണ്ട്. കുറേ പിങ്ങുള്ളതുകൊണ്ട് നമുക്ക് ബെഡ് വെച്ചൊന്ന് കണ്ടിട്ടുണ്ടാകാം. പക്ഷേ ഗായ്സ് റിയലി ഹോപ്പ്ഫുൾ. ഇവർക്ക് ഇതൊന്നും ഇങ്ങനെ മേളിലായിട്ട് ഒന്ന് ജസ്റ്റ് വെച്ച് റെഡിയാക്കുക. ഇവരെന്തിനാ ഇത്ര കഷ്ടപ്പെടുത്തുന്നത്? ഇവിടെ ഇങ്ങനെയായിട്ടൊരു എക്സ് ഇട്ടിട്ട് അതിൻ്റെ അടിയിലേക്ക് കുഴിച്ച് പോയാൽ കാണുന്ന രീതിയിൽ വെക്കുക. അങ്ങനെയൊന്നുമില്ല. വേട്ടായമാർ ഇത്ര അടിയിലേക്കൊക്കെ വന്നു. ഞാൻ എൻ്റെ ഗൈസ് ആ ഒരു കല്ല് കുഴിച്ചുള്ളൂ. അപ്പോൾ ഞാൻ അടിയിലെത്തിയത്. നൈറ്റായിട്ട് ഗൈസ് നമ്മുടെ വീട് നമുക്ക് മിസ്സാവുന്നുണ്ട്. ഞാൻ മിസ് ചെയ്യുന്നു എൻ്റെ വീട്. ഏതല്ലേ നമ്മുടെ ശബ്ദം എന്ന് വരുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ശബ്ദത്തിന് എന്തായാലും നൈറ്റാണ്ട് സൂര്യാസ്തമയം. അവിടെ എന്താ വീട് പോലെ കാണുന്നുണ്ട്. ഞാൻ അവിടെ എന്തോ കണ്ടു. ഓ മഞ്ഞുമല. നമ്മന്ന മനുഷ്യനെ പറ്റിക്കാനായിട്ട് എന്താ അല്ലേ. ഇവിടെ സോംബിയൊക്കെ സ്പോണായി നമ്മൾ തീർന്ന് മാപ്പും പോവും, ട്രഷറും പോവും. ഈ വഴിയൊന്നും ഓർമ്മ കൂടിയില്ല. തിരിച്ച് ആ കോർഡിനേറ്റ് നോക്കി പോകണം. നമ്മളിത് എന്തായാലും എടുത്തിട്ട് പോളും. ആദ്യം നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ, സാധാരണ ഞാൻ വീഡിയോ കണ്ടപ്പോൾ അവർക്കെല്ലാം കുഴിച്ച് നോക്കുമ്പോഴാണ് കിട്ടുന്നത്. ആ എക്സിൻ്റെ നേരെ അടിയിൽ നിന്നിട്ട് കുഴിച്ച് നോക്കുമ്പോഴാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ അവർ പറയുന്നുണ്ട് എക്സിൻ്റെ നേരെ അടിയിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ ചങ്ക് ഉണ്ട്, ഇത്ര ചങ്ക്. ആ ചങ്കിൽ എവിടെയെങ്കിലും ആയിരിക്കും ഉണ്ടാവുക. മാത്രമല്ല ഈ വെള്ളത്തിനടിയിൽ പോകാൻ എനിക്ക് കുറച്ച് പേടി. എന്താണെന്ന് വെച്ചാൽ ഇവിടെ മറ്റേ അവന്മാരുണ്ടാവും. അമ്പല്ല മറ്റേ ഇതൊക്കെ വിടുമല്ലേ വേറെ വെള്ളത്തിൻ്റെ അടിയിൽ കുറച്ച് ഫിഷ്മാനോ അങ്ങനെ പറഞ്ഞ ഒരു സാധനം. ഞാൻ അതിൻ്റെ ഡയറക്റ്റ് പേര് എനിക്കറിയില്ല. മൈൻക്രാഫ്റ്റുള്ള എന്താണ്. നമ്മളെല്ലാം എന്തായാലും ഒരു ഇതും കൂടി ഉണ്ടാക്കട്ടെ. എനിക്കൊരു ഡൗട്ട്. അവിടെ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ, നിങ്ങളത് ശ്രദ്ധിച്ചോ? എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇത്ര കല്ലൊക്കെ ആയിരിക്കുന്നു, അത് മഞ്ഞിൽ. ഇവിടെ മണ്ണ് വരേണ്ട കാര്യം ചിലപ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ മണ്ണ് എവിടെ വേണമെങ്കിലും അവരുടെ ഇഷ്ടമല്ല, അവർക്ക് ഇഷ്ടം. എനിക്കെന്തോ ബഗ് അടിക്കുന്നതാണോ മനസ്സിലാവുന്നില്ല. ഈ മണ്ണെന്തോ മേലോട്ട് പൊന്തി വരുമ്പോൾ ഒരു ഓറഞ്ച് കളറിൽ തിളങ്ങുന്നു. അത് വെള്ളത്തിന് മുകളിൽ വന്നിട്ട് അടിയിലേക്ക് വന്നിട്ട് എന്തോ ബഗ്ഗാന്ന് തോന്നുന്നു. ഇവിടെ ഒന്നും ഒരു കിണ്ടിയില്ല. എന്ത് ചെയ്യും മല്ലയ്യ, എന്ത് ചെയ്യും? അയ്യോ നമ്മൾ കുഴിച്ച ചങ്കിലേക്ക് വെള്ളം കയറിയോ? ഇല്ല അങ്ങോട്ട് കയറിയിട്ടില്ല. ഓ ഗായ്സ് റിയലി ബാഡ്. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്ന ചോദിച്ചാൽ ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ എങ്ങനെയെങ്കിലും ഇത് കണ്ടുപിടിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിവിടെ എവിടെ ഉണ്ടെന്ന് വല്ല ക്ലൂവോ അല്ലെങ്കിൽ ഈ കല്ലിങ്ങനെ ഒരു എക്സ് വരച്ച് വെക്കുക. ആ കല്ലിൻ്റെ നേരെ കുഴിച്ചാൽ കിട്ടുന്നു. മൈൻക്രാഫ്റ്റ് നല്ല ബുദ്ധിപരമായി ചിന്തിച്ചിരുന്നു. മോജാങ് നമ്മളെ അങ്ങ് പറ്റിക്കുന്നതിൻ്റെ അങ്ങ് ഏറ്റവും പറ്റിക്കുന്നു. എൻ്റെ മോജാങ് ഇതൊക്കെ ചെയ്യണ്ടേ? അതല്ല ഏറ്റവും വേണ്ട ട്രഷർ മാപ്പിൽ.
എവിടെ ഉണ്ടാവുന്നെന്ന് ഗസ് ചെയ്ത് കുഴിക്കണം എന്നാ. ഗസ് ചെയ്യാൻ ഗസ് എന്താ നിങ്ങളിരുന്ന് വീഡിയോ കാണുന്നത് മാത്രമല്ല ആ സബും ആ ലൈക്കും കൂടി ഒന്ന് ചെയ്യാമായിരുന്നെങ്കിൽ ഞാൻ എത്ര കഷ്ടപ്പെടും. നിങ്ങൾ കുറേ ആൾക്കാർ സബ് ചെയ്യാത്തവരുണ്ട്. നിങ്ങളൊന്ന് ഇപ്പോൾ സബ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇപ്പം ഇത് കിട്ടും. വേഗം തന്നെ സബ് ചെയ്യാനായിട്ട് ഞാൻ 10 സെക്കൻഡ് തരാം. 1 2 3 4 5 6 7 8 9 10. ഇതിനുള്ളിൽ നിങ്ങൾ സബ് ചെയ്തെന്ന് വിചാരിക്കുന്നു. എനിക്ക് കിട്ടുന്നില്ല ഗൈസ്. എവിടെ പോയി എൻ്റെ പൊന്ന് ഗൈസ്. ഇതേ മഞ്ഞ് വീണ്ടും അതിൻ്റെ വെള്ളം വന്ന് വീഴുന്നു. മിക്കവാറും ഞാൻ വിചാരിക്കുന്നു ഞാൻ തന്നെ ഈ കുഴീൻ്റെ ഉള്ളിൽ വീഴും. നമ്മൾ ചത്താലും ഇവിടെ തന്നെ സ്പോണാണ്. നമ്മുടെ റീസ്പോണീസ് നമ്മുടെ ബുദ്ധി. നൈറ്റ് ആയിട്ടില്ലാന്ന് മാപ്പ്. ഓക്കെ പൊട്ടിക്കും. മണ്ടേക്ക് കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ല. വെള്ളത്തിൻ്റെ അടിയിലാണെങ്കിൽ വലിച്ചെന്ന് വിചാരിച്ചായി. ഓക്കെ ഐഡിയ ഉണ്ട്. ഓക്കെ നമ്മളിപ്പോൾ വെള്ളത്തിൻ്റെ അടിയിലേക്ക് ആണ്. നമുക്ക് എക്സ് കാണിക്കുന്നത് ഇവിടെ ഇങ്ങനെ ആയിട്ടാണ്. ഇവിടെ ഇങ്ങനെ ആയിട്ടൊരു വാതിൽ വെച്ചിട്ട് അയ്യോ മോജാങ് ചതിച്ചു ഗൈസ്. വാതിൽ ടെക്നിക്ക് ഇപ്പോൾ വർക്കാവുന്നില്ല. വൈ അയ്യോ മഞ്ഞിൻ്റെ അടിപ്പെട്ടേ. അയ്യോ അതെന്താ ഗൈസ്? മോജാങ് ചതിച്ചു. വെള്ളത്തിൻ്റെ ഇടയിൽ എനിക്കിപ്പോൾ ആ ട്രിക്ക് വർക്കേ ആവുന്നില്ല. നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ കുഴി കുഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വാതിൽ വെച്ച് വർക്കാവുമെന്ന് തോന്നുന്നു. ഇത് വർക്കാവും ഗൈസ്, പക്ഷെ അത് വർക്കാവുന്നില്ല ഗൈസ്. അതല്ലേ വർക്കാവുണ്ട്. നമുക്ക് വെള്ളത്തിൻ്റെ ഇടയിൽ കുഴിക്കാൻ വേണ്ടിയാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. കറക്റ്റ് സ്പേസ് ആവട്ടെ നമ്മൾ എവിടെ കുഴിക്കണ്ടേന്ന്. ഓക്കെ ഇനി നോക്കുമ്പോൾ കുറച്ച് ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ ആയിട്ടാണ് കുഴിക്കേണ്ടത്. ഇവിടെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗ്രാവൽ എടുക്കണം. എന്നിട്ട് ഇവിടെ നേരെയുള്ള 2 ബ്ലോക്ക് ഫൂന്ന് പോയിട്ട് 2 ബ്ലോക്ക് എടുക്കണം. വടിയിൽ കല്ലായിരുന്നു ഗൈസ്. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഗൈസ്. പെട്ടു ഗൈസ്. വെള്ളത്തിൽ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ഇവന്മാർ എനിക്ക് തീരെ ഇഷ്ടം. ചാടോ ഇവൻ കറങ്ങി വരുന്നോണ്ട് എനിക്ക് അടിക്കാൻ വരുന്നില്ല. ഗ്ലിച്ചടിച്ച് അവനല്ല എന്നെ അടിച്ചില്ല, ഗ്ലിച്ചടിച്ച്. അയ്യോ മാറിപ്പോയേ. ചാവല്ല മുത്തേ കള്ളപ്പന്ന്. എനിക്ക് അവനെ അടിക്കാൻ പറ്റുന്നില്ല. ഓക്കെ അവനെ തീർത്തുണ്ട്. ഫുൾ ഹെൽത്താകട്ടെ. അയ്യോ അല്ലെ പെടും ഗൈസ്. നമ്മൾ എങ്ങനെയൊക്കെ അവിടെ 2 കുഴി എടുത്തിട്ടുണ്ട്. 2 കുഴി മതിയാവും തോന്നുന്നു. വെക്കടാ അവിടെ. വെച്ച് സേഫാണ്. പക്ഷെ ഇവിടെ ഫുൾ ഇരുട്ടാണ്. അതുകൊണ്ട് നമ്മൾ പോയി ടോർച്ച് ഉണ്ടാകണം. ടോർച്ച് അപ്പോൾ 2 ടോർച്ച് ഉണ്ടാക്കിയിട്ട് കാണാം. വരുന്നുണ്ട്.
ഇപ്പം എന്തായാലും നൈറ്റ് ആവാറുണ്ട്. നൈറ്റ് സ്കിപ്പ് ചെയ്ത് രാവിലെ ആയിട്ട് ഞാൻ അങ്ങോട്ട് എന്നിട്ട് പോയി കാണിച്ചു തരാം. ഓക്കെ, രാവിലെ ഉണ്ട്. സൂര്യനോട് നോദിച്ച് വരുന്നുള്ളൂ. ഓക്കെ, ഇപ്പം നമ്മൾ നമ്മുടെ സ്ഥലത്തേക്കാണ് ചാടാൻ പോകുന്നത്. വേറെ ജീവികളൊന്നും ഇല്ലല്ലോ. അത് ഇവിടെ ഇങ്ങനെയായിട്ടാണ് നമ്മുടെ സ്ഥലം വരുന്നത്. ഇവിടെ ഇങ്ങനെയായിട്ടാണ് വാതിൽ സെറ്റ് ചെയ്തത്. ഓക്കെ, അടിയിലെത്തിയുണ്ട്. ടോർച്ച് വെക്കണമെങ്കിൽ പറ്റില്ല. അടിയിലൊക്കെ തോന്നുന്നു മിക്കവാറും ഞാൻ പണി മേടിക്കും. ഓക്കെ, ടോർച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ തല്ലി പിടിച്ചപ്പോൾ ഇവിടെ മണലായിരുന്നു. ഓക്കെ, അങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, പണി മേളിൽ കയറി പോകുമ്പോഴത്തിന് ഇവിടെ ആയിട്ട് നമ്മൾ മാപ്പ് കാണിക്കുന്ന സെൻറ്റർ. അയ്യോ, ഉണ്ടായിരുന്ന വാതിൽ പൊട്ടിച്ചിട്ടാൻ്റെ. അയ്യോ, അടിയിലേക്ക് ഒഴിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ മറന്നു. അമ്പടാ, ഇവിടെ ഈ ഗ്രാവനാണല്ലോ ചടങ്ങ്. അപ്പുറത്തേക്ക് കുഴിക്കാൻ പറ്റില്ല, ഇപ്പുറത്തേക്ക്. എന്നാൽ പിന്നെ അങ്ങ് കുഴിക്കാണ്ടിരിക്കാനും പറ്റില്ല. അപ്പോൾ എന്ത് സ്ഥിതി. അയ്യോ, പൊട്ടിച്ചല്ലേ അടങ്കമ്മാലുകളെ. വീണ്ടും നമ്മളെത്തിണ്ട്. മണല്ലടല്ലോട്ടേ. ഓക്കെ, നമ്മൾ ഇങ്ങനെ ആക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായത്. അയ്യോ, ഈ ടോർച്ച് എവിടെയെങ്കിലും പെർമനൻ്റ് ആയിട്ട് വെക്കണമല്ലോ. എൻ്റെ പൊന്നോ, എന്തോ സ്ഥിതി. ഇങ്ങനെ നമ്മൾ എവിടെയാണ് പൊട്ടിച്ചത്? വലിയ വെള്ളം വരുന്നത് വെള്ളമാണോ? ഓ, അങ്ങനെ തീർന്ന്. ഓ ഗായ്സ്, എന്ത് ഒന്നില്ലെങ്കിൽ ഇവന്മാരിനെ തീർക്കും. സാധനം എന്തെങ്കിലുമൊക്കെ ഒന്ന് കളക്ട് ആവട്ടെ. അതത്രേ ഉള്ളൂ. നമ്മുടെ ആർമറും കളക്ട് ചെയ്യേണ്ടത്. ആർമർ ഇട്ടാണ് പോവുക. ഇനി ഓരോന്നോരോന്നായിട്ട് പൊന്തി വരും. അപ്പം നമുക്കത് ഓരോന്നോരോന്നായിട്ട്. ആർമറും കല്ല് കറക്റ്റ് വന്നാണ്ടാ. ഏതാല്ലേ ആർമറും കല്ലും മാത്രം വന്നല്ലോ. അവനവിടെ സേഫ് പ്ലേസ് പിടിച്ചിരിക്കുന്നുണ്ട്, അവൻ്റെ സ്ഥലം. ശിവന്മാരാണ് ഇത് ഏറ്റവും വലിയ. കുന്തറിയില്ല. ഓ ഗൈസ്, അവൻ്റെ അടുത്ത് കുന്തം ഉണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് മിസ്സിന് ചേർത്തില്ല. കുന്തം കളക്റ്റായില്ല. പക്ഷേ നമുക്ക് അവന്മാർക്ക് ഷോർട്ട് റേഞ്ച് കളിക്കാൻ അറിയില്ല എന്ന് തോന്നുന്നു. നമ്മൾ റഷറല്ലേ ഷോർട്ട് റേഞ്ച് എന്നൊക്കെ പറയും. പക്ഷെ കുറേ നേരമായിട്ട് കഷ്ടപ്പെടും. അയ്യോ ഗൈസ്, എന്തെങ്ങാനും കിട്ടുമോ? മിക്കവാറും ഇതെടുക്കുന്ന അടുത്ത എപ്പിസോഡിലാകേണ്ട വരും. എന്താണെന്ന് വെച്ചാൽ ഇത് കിട്ടണ്ടേ ഗൈസ്. ഞാൻ എന്തായാലും യൂട്യൂബിൽ നോക്കിയിട്ട് അടുത്ത വീഡിയോയിൽ കിട്ടുന്നത് നമ്മൾ ഇടുന്നതാണ്. ഇതെന്താ ഇവിടെ മഴ മാത്രമുള്ളൂ? എനിക്കിഷ്ടമല്ല ഈ കാലാവസ്ഥ, മഴക്കാലാവസ്ഥ. മഴ ഒരു പെട്ട് കിടക്കായി. ഇപ്പോൾ ഐലൻഡിൽ കണ്ട ഒരു ഐലൻഡിൽ നമ്മൾ പെട്ട് കിടക്കുക. എന്തുവാ നോക്കണേ. ശരി, ഇതാണ് എങ്ങനെ ഞാൻ ഇവിടെ കണ്ടുപിടിക്കും കേസ്. ഇതാണ് മേലോട്ടകം താഴോട്ടും മേലോട്ടും. പക്ഷെ എങ്ങനെ കണ്ടുപിടിക്കും? എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കുന്നത് വേണ്ടാന്ന് പറയുന്നവർ എന്തായാലും കമൻറ്റ് ചെയ്യും. കണ്ടുപിടിക്കണോ വേണ്ടയോ എന്ന് കമൻറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ വേറെ കണ്ടന്റ് ആക്കാമല്ലോ. അപ്പം നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങളെന്തായാലും ചാനൽ സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എല്ലാവരും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ബൈ ബൈ.